ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ടൈം ആൻഡ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി. ഇനി നമുക്കത് തന്നെ ഒരു വിസ്കസ് മീഡിയത്തിലാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കണം. ഫ്രീലി ഫോളിംഗ് ബോഡി ഇൻ എ വിസ്കസ് മീഡിയം. അപ്പോൾ നമ്മളെടുത്തപ്പോൾ ആദ്യം വിസ്കസ് അല്ലാത്ത മീഡിയം ഫ്രീലി ഫോളിംഗ് ബോഡി ആയിരുന്നു. അപ്പോൾ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ജി ആയിരുന്നു. ഫ്രീലി ഫോളിംഗ് വിസ്കസ് മീഡിയത്തിൽ വരുമ്പോൾ അതിനെന്തുണ്ടാകുന്ന വെച്ചാൽ ഒരു വിസ്കസ് ഫോഴ്സ് അതിൻ്റെ മോഷനെ അഗെയിൻസ്റ്റ് ആയിട്ട് ജിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ mgയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. അപ്പോൾ എഫക്റ്റീവ്ലി എന്തുണ്ടാകുന്ന വെച്ചാൽ അതിൻ്റെ ആക്സിലറേഷൻ വിൽ ഡിക്രീസ് ആസ് ടൈം ഇൻക്രീസസ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ mg എന്നുള്ള ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 6π∗r⁵v ഡിവൈഡഡ് ബൈ m 6π∗rv എന്നുള്ള ഫോഴ്സ് ഉണ്ടാവും. അതിനെ ആക്സിലറേഷൻ്റെ ഡയമെൻഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി m കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു g - 6π∗rv ഡിവൈഡ് ബൈ m എന്ന് എഴുതാം. ഇതിൽ v ഒഴികെ ബാക്കിയെല്ലാം 6 is a constant, pi is a constant, eta is a constant, r is a constant and m is a constant. അപ്പോൾ നമുക്കതിനെ വെലോസിറ്റിക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫോഴ്സ് ആണത്. അതിൻ്റെ വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രാഗിങ് ഫോഴ്സ് ആണ്. അതെപ്പോഴും അതിൻ്റെ ഏത് മോഷനെയും ഓപ്പോസ് ചെയ്യുന്ന ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. അപ്പോൾ mgക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ടൈംസ് വെലോസിറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം, g is - cv എന്ന് എഴുതാം, where c is equal to 6π∗r/m. ഇതിൽ ഇനിഷ്യൽ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 0 അല്ല 9.8 ആണ്. v is equal to 0, x equal to 0, at time t is equal to 0. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പോൾ a equal to 9.8 ആണ് ഇവിടെ തെറ്റുക. ഇതിന് നമ്മളുടെ സ്റ്റെപ്പ് അനുസരിച്ച് വരികയാണെങ്കിൽ ai+1 എന്ന് വെച്ചാൽ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും വെലോസിറ്റിക്ക് അനുസരിച്ച് ജിയുടെ വാല്യൂ കുറഞ്ഞു വരും. നമ്മൾ നേരത്തെ നോൺ വിസ്കസ് മീഡിയത്തിലായിരുന്നപ്പോൾ ഈ a is a constant is equal to g equal to 9.8 എന്ന് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇനി വരുന്ന ഇതിൽ മാറ്റം ഈ ഒരു സെന്റൻസും കൂടി ഈ ഒരു സ്റ്റേറ്റ്മെന്റും കൂടി ഇതിൽ ആഡ് ചെയ്യേണ്ടി വരും. ഇതിന്റെ വിയുടെ മുകളിലായിട്ട് ai+1 is equal to g minus c into vi എന്നുള്ള ഒരു ടേമും കൂടി ആഡ് ചെയ്യേണ്ടി വരും. നമുക്കതിന്റെ പ്രോഗ്രാം എഴുതാൻ നോക്കാം. നേരത്തെ അതേ പ്രോഗ്രാം തന്നെ numpy import star tf is equal to float input enter final time. അപ്പോൾ എത്ര ടൈമാണെന്ന് നോക്കാം. h is equal to സ്റ്റെപ്പ് സൈസ്, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് ആയി മാറും. a is equal to zeros, ഇത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇപ്പം ആഡ് ചെയ്തതാണ്. അതായത് ആക്സിലറേഷൻ ഈസ് ചേഞ്ചിങ്. നേരത്തെ a is equal to നമ്മളൊരു സ്കെയിലർ ആയിട്ട് എടുത്തത്, ഇപ്പോൾ നമ്മളിതിനെ ഒരു അറേ ആയിട്ട് എടുക്കുന്നു. കാരണം എയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നു, അത് നമുക്ക് സ്റ്റോർ ചെയ്യണം. v is equal to നേരത്തെ പോലെ തന്നെ x and t. വിസ്കസ് ഫോഴ്സ് is equal to കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി വിസ് ഈക്വൽ ടു അത് നമ്മൾ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നു. അതിൻ്റെ റേഡിയസ് ഓഫ് ദ ബോഡി റാഡ് ഈസ് ഈക്വൽ ടു ആൻഡ് മാസ് ഓഫ് ദ ബോഡി. ഇത്രയും ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സി കാൽക്കുലേറ്റ് ചെയ്യും. സി ഈസ് ഈക്വൽ ടു 6π ഇൻറ്റു ഈറ്റ കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി ഈറ്റ ഇൻറ്റു r/m. ഇതാണ് സി. അപ്പോൾ നമ്മൾ a of c is equal to a of 0 is equal to 9.8 minus v0 into v of 0 into c. അതിൽ v of 0 equal to 0 ആണ് നമ്മൾ ഇനിഷ്യൽ വാല്യൂ കൊടുക്കും. ഇനിഷ്യൽ വാല്യൂ v of 0 equal to 0 എന്ന് പറയും. അപ്പോൾ v of 0 is equal to input enter ഇനിഷ്യൽ വെലോസിറ്റി എൻ്റർ ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ഇവിടെ എഴുതാം. x of 0 ഇനിഷ്യൽ പൊസിഷൻ അതും 0 ആക്കിയിട്ട് എടുക്കാം. അത് നമുക്ക് എൻ്റർ ചെയ്യുമ്പോൾ ചെയ്താൽ മതി. t of 0 is equal to t starts from 0. അടുത്ത നമുക്ക് ആദ്യം അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ പ്രിന്റ് ചെയ്യാനുള്ള അതാണിത്, ടൈം പൊസിഷൻ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ. ഇത് നമ്മളിവിടെ അടുത്തത് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അപ് ടു t is equal to ഫൈനൽ വാല്യൂ ഓഫ് t വരെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫോർ i in range 0 to n അതിൻ്റെ ഇത് അടുത്ത ബ്ലോക്ക് ആയിട്ട് നമുക്ക് ഇവിടെ എഴുതണം. a of i+1 is equal to 9.8 minus v of i into c. v of i+1 is equal to v of i plus a of i into h. x of i+1 is equal to x of i plus v of i into h.
T of I plus 1 is equal to T of I plus H. Time in the value H step height which increase. നമ്മൾ ഓരോ പോയിന്റിലും നമ്മൾ ഇതിന്റെ പ്രിന്റ് എടുക്കുകയാണ്. പ്രിന്റ് ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ടൈം, പൊസിഷൻ, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. അതിന്റെ ഫോർമാറ്റ് എങ്ങനെ പ്രിന്റ് ചെയ്യണം എന്നുള്ള ഫോർമാറ്റ്. അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ T of I plus 1, X of I plus 1, P of I plus 1 ആൻഡ് A of I plus 1. ഇത് നമുക്ക് ടാബുലർ ഇതായിട്ട് കിട്ടും. ഗ്രാഫ് വരയ്ക്കാൻ താഴെ പറയുന്ന ഒരു ഇതും കൂടി ചേർക്കണം. അതിൽ ഫിഗർ 1 എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ഫിഗറിലായിട്ട് വരും. ഫിഗർ 2 വേറൊരു ഫിഗർ, ഫിഗർ 3 വേറൊരു ഫിഗർ, അങ്ങനെ പോകും. അപ്പോൾ ഫിഗർ 1 ടൈറ്റിൽ കൊടുക്കാം ST ഗ്രാഫ് ഓഫ് ഫ്രീലി ഫോളിംഗ് ഇൻ വിസ്കസ് മീഡിയം, പ്ലോട്ട് XY, TX, X ലേബൽ ടൈം ആൻഡ് Y ലേബൽ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഗ്രിഡ്. അടുത്തത് ഇവിടെ ഫിഗർ 1, ഇവിടെ ഫിഗർ 2 എന്നും കൂടി കൊടുക്കണം. ഫിഗർ 2 ടൈറ്റിൽ വെലോസിറ്റി ടൈം ഗ്രാഫ്, X ലേബൽ ടൈം, Y ലേബൽ വെലോസിറ്റി, പ്ലോട്ട് TV. അടുത്തത് നമുക്ക് പിന്നെ ഫിഗർ 3 എന്നിവിടെ കൊടുക്കണം. ഫിഗർ 3 എന്നും കൂടി കൊടുക്കണം. ഫിഗർ 3 ടൈറ്റിൽ A ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, X ലേബൽ ടൈം, Y ലേബൽ ആക്സിലറേഷൻ ആൻഡ് ഗ്രിഡ്, പ്ലോട്ട് ആൻഡ് ഷോ. ഈ ഷോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 3 ഫിഗറുകളും വേറെ വേറെ ഗ്രാഫിൽ കാണിക്കും. ഇത് നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് എഴുതി റൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ പ്രോഗ്രാം എഴുതിയത്. അതായത് ആദ്യം ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ഫ്രം matplotlib.pylab ഇമ്പോർട്ട് സ്റ്റാർ, അത് പ്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട്. ബാക്കി കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഫ്രം numpy ഇമ്പോർട്ട് സ്റ്റാർ. ഇത് രണ്ടും ഇമ്പോർട്ട് ചെയ്യണം. TF is equal to float input, enter T value, H is equal to float input step height, പിന്നെ N കാൽക്കുലേറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ A, V, X ആൻഡ് T നാലും ഓരോ അറേ ആയിട്ട് ഡിഫൈൻ ചെയ്തു. N+1 ഡയമെൻഷനുള്ള അറേ ആയിട്ട്. X of 0 is equal to input enter. അപ്പോൾ അതിലത്തെ X of 0യുടെ ഫസ്റ്റ് വാല്യൂ ആയിട്ട് നമ്മൾ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നു. V of 0 അത് ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നു. T of 0 equal to 0 ആൻഡ് A of 0 നമുക്കറിയാം 9.8 ആണ് ജിയുടെ വാല്യൂ ഡൗൺവേർഡ്സ്. പിന്നെ നമ്മൾ വിസ്കോസിറ്റി, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഇൻപുട്ട് ആയിട്ട് എടുത്തു. M മാസ് ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നു. റേഡിയസ് ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നു. അതിന് C കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ C സെയിം പ്രോഗ്രാമിൽ നേരത്തെ നമ്മൾ കണ്ട പോലെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്, പിന്നെ ഈ സ്റ്റേറ്റ്മെന്റുകൾ. അത് കഴിഞ്ഞ് ഫിഗർ 1, ഫിഗർ 2, ഫിഗർ 3. ഇത് 3 ഫിഗേഴ്സും നമുക്ക് ഇത് റൺ ചെയ്യുമ്പോൾ എങ്ങനെ വരും നോക്കാം. അതിലൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ് TF is equal to 2, step height is equal to 0.5, initial position 0, initial velocity 0, coefficient of viscosity 0.7, radius of body 0.05 and mass 1 kg. ഈ വാല്യൂ കൊടുത്താൽ നമുക്ക് നമുക്ക് പിന്നെ ഒരു റീസണബിൾ എക്സാമ്പിൾ ആയിട്ടുള്ള വാല്യൂ ഒരു പ്ലോട്ട് കിട്ടും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇതിൽ ഇനീഷ്യൽ T വാല്യൂ, എൻ്റെ T വാല്യൂ, T ഫൈനൽ 2, step height 0.025, initial position 0, final position, initial velocity 0, coefficient of viscosity 0.7, radius of body 0.05 and mass of the body 1. ഇപ്പൊ നമുക്ക് അതിന്റെ ടാബുലർ വാല്യൂ ആയിട്ട് കിട്ടും. പൊസിഷൻ 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും 13.861 പൊസിഷനിലെത്തും. വെലോസിറ്റി 12.392 വെലോസിറ്റി കിട്ടും. ആക്സിലറേഷൻ ഡിക്രീസ് ചെയ്ത് വരുന്നു. ഇനി ഇത് ടൈം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ടെർമിനൽ വെലോസിറ്റി ആക്സിലറേഷൻ ഈക്വൽ ടു 0 ആയി മാറും. വെലോസിറ്റി വിൽ ബി കോൺസ്റ്റന്റ്. നമുക്ക് അതുകൂടി നോക്കാം. ഒരു 2 സെക്കൻഡ്സിന് പകരം 5 സെക്കൻഡ്സ് കൊടുത്ത് നോക്കാം. Initial 5, step height 0.25, enter initial position 0, initial velocity 0, viscosity 0.7 and radius of the body 0.05 and 1 kg. ഇതിൽ
ഇതിൽ എന്താണ് ഉണ്ടാവുക നമുക്കറിയാം. വിസ്കോസിറ്റിയിൽ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ എത്തുമ്പോൾ അതിൻ്റെ അപ്വേർഡ് ഫോഴ്സ് ഡൗൺവേർഡ് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവും. അപ്പോൾ ആക്സലറേഷൻ 0 ആയി മാറും. ആ സമയത്ത് എന്തുണ്ടാവും, വെലോസിറ്റി വിൽ ബി എ കോൺസ്റ്റന്റ്. ഇത് ഇപ്പോഴും ടെർമിനൽ വെലോസിറ്റി എത്തിയിട്ടില്ല, നമുക്ക് 0.124 എത്തിയിട്ടുള്ളൂ. ഒരു കുറച്ചുകൂടി കൂടുതൽ ടൈം കൊടുത്തു നോക്കാം. ഇനിഷ്യൽ ഫൈനൽ വാല്യൂ ഒരു 100 സെക്കൻഡ്സ് കൊടുത്തു നോക്കാം. സ്റ്റെപ്പ് വെയിറ്റ് 0.1 കൊടുത്തു നോക്കാം. ഇനീഷ്യൽ പൊസിഷൻ 0, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി 0.7, റേഡിയസ് ഓഫ് ദ ബോഡി 0.05 ആൻഡ് 1 kg. ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റിയുടെ വാല്യൂ, ടെർമിനൽ വെലോസിറ്റി ഇവിടെ നമുക്ക് നോക്കി അറിയാം. ഇവിടെ ഇനീഷ്യലി 9.8 സ്റ്റാർട്ട് ചെയ്തു. ആക്സിലറേഷൻ അതിങ്ങനെ കുറഞ്ഞു വന്ന് ടെർമിനൽ വെലോസിറ്റി ആവുന്നത് ഏകദേശം ഇവിടെ എത്തുമ്പോഴേക്ക് ടെർമിനൽ വെലോസിറ്റി ഇസ് എ കോൺസ്റ്റന്റ് 14.854 ടെർമിനൽ വെലോസിറ്റിയിലെത്തി. പിന്നെ അതേ വെലോസിറ്റിയിൽ താഴോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമുക്ക് അറിയുന്ന അതാണ് സ്റ്റോക്സ് ഫോർമുലയും ഇതൊക്കെ നമുക്കറിയാം ടെർമിനൽ വെലോസിറ്റി എന്താണെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇത് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്.